ഓപ്പറേഷൻ സിന്ദൂറിൽ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ പാകിസ്ഥാൻ അമൃത്സറിലെ സുവർണക്ഷേത്രം ആക്രമിക്കാൻ ശ്രമിച്ചതായി സ്ഥിരീകരണം. എന്നാൽ ഇന്ത്യയുടെ ശക്തമായ പ്രതിരോധ സംവിധാനം പാകിസ്ഥാൻ അയച്ച ഡ്രോണുകളും മിസൈലുകളും തകർത്തു. കരസേനാ മേജർ ജനറൽ കാർത്തിക് സി ശേഷാദ്രി ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യയിലെ സൈനിക താവളങ്ങളും പ്രധാന കേന്ദ്രങ്ങളും പാകിസ്ഥാൻ ആക്രമിച്ചേക്കുമെന്ന് ഇന്ത്യക്ക് സൂചന ലഭിച്ചിരുന്നു. ഇക്കൂട്ടത്തിൽ സുവർണക്ഷേത്രവും ഉണ്ടായിരുന്നു. നിയമാനുസൃതമായ ലക്ഷ്യങ്ങളൊന്നും പാകിസ്ഥാൻ സൈന്യത്തിന് ഇന്ത്യയിലില്ലായിരുന്നു. അതിനാൽ തന്നെ സൈനിക സ്ഥാപനങ്ങളും പൊതുജനം കൂടുന്ന ആരാധനാലയങ്ങളും അവർ ലക്ഷ്യം വെക്കുമെന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്നു. ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സുവർണക്ഷേത്രം. സുവർണക്ഷേത്രത്തിന് വ്യോമ പ്രതിരോധ സംവിധാനം ഒരുക്കാൻ തന്നെ തീരുമാനിച്ചിരുന്നു. മെയ് 8 ഡ്രോണുകളും മിസൈലുകളും സുവർണക്ഷേത്രത്തിന് നേരെ പാകിസ്ഥാൻ പ്രയോഗിച്ചു. പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച ഇവയെല്ലാം തകർത്തു. ആകാശ് മിസൈൽ സിസ്റ്റം, L-70 എയർ ഡിഫൻസ് തോക്കുകൾ എന്നിവ ഉപയോഗിച്ചാണ് പാക് ആക്രമണത്തെ നിഷ്പ്രഭമാക്കിയത്. പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി 9 ഇടങ്ങളിലാണ് ഇന്ത്യ കൃത്യമായി ആക്രമണം നടത്തിയത്. ഇതുവഴി സൈനിക കേന്ദ്രങ്ങളും ജെയ്ഷെ മുഹമ്മദ് അടക്കം തീവ്രവാദ സംഘടനകളുടെ പരിശീലന കേന്ദ്രങ്ങളും ഇന്ത്യ തകർത്തിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.